നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള കുറച്ച് പ്രവർത്തകരാണ് നമ്മോടൊപ്പം ചേർന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ നിയോജക മണ്ഡലത്തിലെ BJPയുടെ ഓഫീസിലാണ്. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് തിരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എന്താണെന്ന് ഉള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. എവിടെയാണ് ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെയാണ്? ഇവിടെ തൃശ്ശൂർ ഈസ്റ്റ് മണ്ഡലമാണ്, കുറുക്കഞ്ചേരി. പ്രവർത്തനത്തിൽ സജീവമായിരുന്നല്ലോ, എങ്ങനെയുണ്ടായിരുന്നു അനുഭവങ്ങൾ? എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഞങ്ങള് ഒരുപാട് നാളത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വോട്ട് ചേർക്കൽ തൊട്ട് ബൂത്തിലെ അടി വരെ നമ്മൾ സമ്പർക്കം, അതൊക്കെ നമ്മൾ ഒരു 5-6-7 വട്ടമായിട്ട് നമ്മൾ സമ്പർക്കം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഫലമാണ് നമ്മൾ ഇപ്രാവശ്യം ഈ വലിയൊരു ജയം. ഇപ്പോ ഈ എത്ര വോട്ടുകളാണ് BJP ഈ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ചേർത്തിയെന്ന് അറിയാമോ? നമ്മളുടെ ഇവിടെ ഈ മണ്ഡലത്തിൽ തന്നെയായിട്ട് 19,000 വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നമ്മൾ പുതിയതായിട്ട് ചേർത്തിയിട്ടുണ്ട്. ആ വോട്ടുകൾ തന്നെയാണ് നമ്മൾ എന്താ പറയാ ഇപ്രാവശ്യം കൂടുതൽ ജയത്തിനുള്ള ഭാഗമായിട്ടുള്ളത്. ഈ വോട്ടുകൾ തന്നെയാണ് ഇത് നമ്മുടെ പ്രവർത്തനം. ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എങ്ങനെയായിരുന്നു? ഈ ഒരു ചേച്ചിയുടെ ചുമതല എന്തായിരുന്നു? ഞാൻ ഇവിടുത്തെ ഈസ്റ്റ് മണ്ഡലത്തിൽ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹം ഒരുപാടുണ്ടല്ലോ, അവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? സുരേഷ് ഗോപിക്ക് അനുകൂലമായിരുന്നോ പ്രതികൂലമായിരുന്നു? അനുകൂലമായിട്ടാണ്. കാരണം നമ്മൾ സമ്പർക്കത്തിന് ചെല്ലുമ്പോൾ അറിയാലോ, ഓരോ വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ഇങ്ങോട്ട് പറയാണ് ഇപ്രാവശ്യം നമ്മൾ എന്തായാലും സുരേഷ് ഗോപിക്കാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും ഇതുവരെ നമ്മൾ ഭരിച്ച കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിനൊരു അതായത് ഒരു മാറ്റം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള പാർട്ടികളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ പോലും അവരുടെ സ്ത്രീ വോട്ടർമാർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ചില ആളുകൾ, എൻ്റെ ഭർത്താക്കന്മാരൊക്കെ അവരായിരിക്കാം, പക്ഷെ ഞങ്ങളുടെ മക്കളൊക്കെയും ഈ പ്രാവശ്യം സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്യുക. അപ്പോൾ ഈ മണിപ്പൂർ വിഷയം വലിയ തരത്തിൽ LDF ഇത് അതുപോലെ തന്നെ UDF ഇങ്ങനെ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഈ ക്രിസ്ത്യൻ വീടുകൾ സമ്പർക്കത്തിന് പോകുന്ന സമയത്ത് ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടായിരുന്നു? അല്ല, അതൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞില്ലേ സമയം പറഞ്ഞത്. അതൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ആളുകൾക്ക് കുറച്ചൊരു എന്താ പറയാ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പോൾ പറയുന്ന അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ, അത് നമ്മളെ ഇവിടെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ അതുപോലെ ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ എന്താ പറയാ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെയും അതിനൊന്നും പറയുന്നൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ആളുകളായി. കാരണം അവർക്കൊക്കെ മനസ്സിലായി തുടങ്ങി എല്ലാവരുടെ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല. പിന്നെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് തന്നെയാണ് ഈ 10 വർഷമായിട്ട് മോദിജി ഭരിച്ചിട്ട് ഏതെങ്കിലും നമ്മൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു എന്താ പറയാ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം എന്ന് മാറ്റി നിർത്തിയിട്ടോ അങ്ങനെ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ അവർ ശരിയാണ്, അവർക്കത് നമ്മളെല്ലാവരും ഈ സമ്പർക്കത്തിൽ ചെല്ലുമ്പോൾ നമ്മളുടെ നിന്ന് വരുന്ന പ്രതികരണം അനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു തരത്തിലോട്ടായി പരിപാടി. ഓഫീസിൽ പരിപാടി സെക്രട്ടറിയാണോ? അതെ, നിലവിലെ സെക്രട്ടറി. അതെ. ഈ സുരേഷ് ഗോപി വിജയിക്കുന്നതിന് ഒരു മുന്നോടിയായിട്ട് അദ്ദേഹത്തിനെതിരെ നടന്നൊരു വലിയൊരു പ്രചരണമുണ്ട്. ചെമ്പ് ഗോപി എന്നുള്ളൊരു ഒരു പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളിയാക്കാനായിട്ട് അല്ലെങ്കിൽ അപമാനിക്കാനായിട്ട്. ആ സമയത്ത് എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ തോന്നിയിരുന്നത്? അദ്ദേഹം കിരീടം കൊടുത്തത് അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അത് കൊടുത്ത ആളും വാങ്ങിച്ച ആൾക്കും അറിയാം. അത് ആ ഇടവകയിലുള്ളവർക്കും പള്ളിയിലെ വികാരിയച്ഛനും അദ്ദേഹത്തിന് അറിയാം എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. അതിപ്പോൾ എല്ലാവരും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അമ്പലങ്ങളിൽ വഴിപാട് കൊടുക്കുന്ന സാധനങ്ങളും നമ്മൾ നോക്കണ്ടേ, സ്വർണ്ണമാണോന്ന് നമ്മൾ നോക്കണം. അപ്പം അതൊന്നും ചെയ്യാതെ ഇദ്ദേഹത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ആളുകൾ ഇങ്ങനെ പറയുന്നത് വ്യക്തിവൈരാഗ്യം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒക്കെ പിന്തുണ വലിയ തരത്തിലുണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു 2-3 മാസം ഓഫീസിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്തായിരുന്നു? ജയിക്കും എന്നുള്ളത് തന്നെയായിരുന്നു? തീർച്ചയായിട്ടും 100% ജയിക്കും തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് കാരണങ്ങൾ എന്തായിരുന്നു? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി തന്നെ പല നല്ല കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കൂടാതെ തന്നെ ഇപ്രാവശ്യം നമ്മൾ നന്നായി, അതായത് വോട്ട് ചേർക്കൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി നമ്മൾ പ്രവർത്തിച്ചു. അപ്പൊ അത് വലിയൊരു ഘടകം തന്നെയാണ്. സൗമ്യ. ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെയാണ്? അതെ അതെ. എവിടെയാണ് സ്ഥലം? എന്റെ സ്ഥലം ചെമ്പൂത്ര. ബൂത്തിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പ്രവർത്തനങ്ങൾ? നല്ല പ്രവർത്തനങ്ങളാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റമുണ്ട്? തീർച്ചയായിട്ടും വൻ മാറ്റങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. നമസ്കാരം, വിനോദ്. സംഘടനാ ചുമതല എന്താണ്? തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെയാണ്? തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൽ തന്നെ ഈസ്റ്റ് ഏരിയയുടെ പ്രസിഡന്റാണ് പാർട്ടിയുടെ. എങ്ങനെയായിരുന്നു ഏട്ടാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു?
വളരെ നല്ല അനുഭവം തന്നെയായിരുന്നു. കാരണം നമ്മൾ ഓരോ ഭാഗത്തും പ്രവർത്തനത്തിന് പോകുമ്പോൾ തന്നെ ബൂത്ത് സമ്പർക്കത്തിനൊക്കെ പോകുമ്പോൾ തന്നെ നല്ല റെസ്പോണ്ട് തന്നെയാണ് നമുക്ക് കിട്ടിയുള്ളത്. എല്ലാ ഭാഗത്തും നല്ല സന്തോഷം. അവർ പറയുന്നത് സുരേഷ് ഗോപി തന്നെ ജയിക്കണം, ഒരു മാറ്റം ഇവിടെ അത്യാവശ്യമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് തന്നെയാണ് വോട്ടിലൂടെ അവർ വിനിയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ല ആ ഇത് നമുക്ക് ജയത്തിലൂടെ കിട്ടി. എത്ര ഒരു ഭൂരിപക്ഷം നമ്മൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. പക്ഷെ ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷകൾ കൂടുതൽ തന്നെ കിട്ടി. സന്തോഷം തന്നെ. ഇപ്പോൾ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ കോർപ്പറേഷൻ പിടിക്കാനായിട്ട് BJPക്ക് ഈ ഒരു വിജയം കൊണ്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട അതിൽ. അടുത്ത കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ BJP പിടിച്ചിരിക്കും. തീർച്ചയായിട്ടും പിടിച്ചിരിക്കും. കാരണം ഈ പ്രവർത്തനം ഇപ്പോഴുള്ള പ്രവർത്തന രീതി ഇതേപടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായാലും പ്രവർത്തകരെല്ലാവരും നല്ല ആവേശത്തിലാണ്. തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഭരണം BJPക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിന് ചുറ്റുമുള്ള കുറെ പഞ്ചായത്തുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ അധികാരത്തിൽ BJPക്ക് വരാൻ സാധിക്കുമോ? കാരണം LDFന് നല്ല വേരോട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ തൃശ്ശൂർ ഒരു BJPക്ക് അനുകൂലമാകുന്ന ഒരു സംഭവമായിട്ട് മാറും. വരണം, തീർച്ചയായിട്ടും വരും. കാരണം ഇതൊക്കെ ഒരു മാറ്റമാണ്. കാരണം ഇവിടെ മുൻകാലങ്ങളിൽ LDFും UDFും പറഞ്ഞു നടന്നത് BJPക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല എന്നാണ് പറഞ്ഞു നടന്നിരുന്നത്. പക്ഷെ അതൊക്കെ മാറി ജനങ്ങള് ചിന്തിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇനി എല്ലാ മേഖലയിലും തീർച്ചയായിട്ടും BJP വരും. ചേട്ടാ നമസ്കാരം. ചേട്ടാ ചുമല എന്തായിരുന്നു ചേട്ടാ? ഞാൻ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റാണ് BJPയുടെ. പേരെന്തായിരുന്നു? പേര് ബിബിന എനിക്കുന്നത്ത്. സംഘടനാ വർക്കിലായിരുന്നു എത്ര കാലമായി? സംഘടനാ വർക്കില് 35 കൊല്ലമായി. RSSലൂടെ ആയിരുന്നു. RSSലൂടെയാണ് പ്രവർത്തനത്തിന് മേഖല. ഈ വട്ടം നിയമസഭയിൽ അല്ലെങ്കിൽ ഈ ഒരു ചേട്ടന്റെ മണ്ഡലത്തിൽ എത്രത്തോളം വലിയ മാറ്റമാണ് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായത്? വോട്ടിംഗ് ശതമാനത്തിന് വളരെ വലിയ മാറ്റമാണ് ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലുണ്ടായിട്ടുള്ളത്. രണ്ട് ചുമതലയല്ലേ? രണ്ട് ഈസ്റ്റും വെസ്റ്റുമായിട്ടുള്ള ചുമതലയുണ്ട്. ഈസ്റ്റിന്റെ ചുമതലയാണ് നമുക്കുള്ളത്. അത് നമുക്ക് 10,000-ഓളം വോട്ട് വർധനവാണ് ഈസ്റ്റ് മേഖലയിൽ തന്നെ ഈസ്റ്റ് മണ്ഡലത്തിനുണ്ടായിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക്. അത് എല്ലാ ജനങ്ങളുടെയും പിന്തുണ നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈസ്റ്റ് മണ്ഡലത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീ ജനങ്ങളുടെ പിന്തുണ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ. സ്ത്രീ ജനങ്ങൾ പിന്തുണയുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിന്റെ എല്ലാ സമുദായ സംഘടനകളുടെയും സഹകരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു? അത് 100% പറഞ്ഞ കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയുടെ അണ്ടറിലുള്ള ഈ ഭരണം സംവിധാനം ചെയ്യും. അതും സ്പെഷ്യലായിട്ട് സുരേഷ് ഗോപി എല്ലാ കാര്യങ്ങളും ഡെവലപ്മെന്റ് തൃശ്ശൂർ കൊണ്ടുവരും എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പ്രവർത്തന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? പ്രവർത്തന കാര്യങ്ങൾ നല്ല ഇതിലെ പോയിരുന്നു. പേര്, സംഘടനാ ചുമതല? പേര് ശ്രീജിത്ത്. ഞാൻ നെല്ലങ്കര ബൂത്ത് പ്രസിഡന്റാണ്. ഈ BJPയുടെ പ്രവർത്തന പദ്ധതികൾ ആദ്യത്തെ ഘട്ടത്തിലെല്ലാം ഈ ഒരു വിജയം എന്നുള്ള സംവിധാനത്തിലേക്ക് ആ ഒരു സംഭവത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ സാധാരണ നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും മത്സരിക്കുക, പരാജയപ്പെടുക എന്നുള്ളതായിരുന്നു? അതിനൊരു മാറ്റം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്ലാനിങ് ആയിരുന്നോ ഇവിടെ നടന്നിരുന്നത്? അതെ, അത് നമ്മുടെ താഴെത്തട്ടുള്ള ആൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ അതൊരു പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും. ജയം തോൽവി നമുക്ക് ഇല്ല, ജയമാണ് നമ്മുടെ വിജയം എന്ന് പറഞ്ഞുള്ള ഇതിലുള്ള പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ തൃശ്ശൂര് ഈ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തകരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ പ്രവർത്തകരെ വലിയ തരത്തിൽ പ്രഷർ കൊടുത്തിട്ടാണോ ഈ ഒരു വർക്കിൽ സജീവമാക്കിയത്? അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? നല്ല രീതിയിൽ ഓഫീസുമായി ബന്ധപ്പെട്ടു. പ്രചരണത്തിന്റെ സാധനങ്ങളായാലും നോട്ടീസായാലും അവരും ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയായിരുന്നു. അവര് ആവേശമായിരുന്നു, അവർക്ക് ജയിക്കുന്നുള്ള ഒരു ആവേശം. അതിപ്പോ നമുക്ക് ഒരു പൂ ചോദിച്ചു, ഒരു പൂക്കാലം തന്നു. അതാണ് അവസ്ഥ അല്ലേ? അതെ. അപ്പൊ ഇത് മുന്നോട്ടുള്ള സമയങ്ങൾ ഇതുണ്ടാവും? തീർച്ചയായിട്ടും. തൃശ്ശൂർ നിയമസഭാ മണ്ഡലം അതിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഈ തവണ ഉണ്ടായിട്ടുണ്ട്. അടുത്ത വട്ടം ഈ 2026 തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJPക്ക് ഒരു MLA സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാറിയിരിക്കുകയാണ്. അത് തൃശ്ശൂർ മാത്രമല്ല, പുതുക്കാടും നാട്ടികയും അതോടൊപ്പം ഒല്ലൂരടക്കമുള്ള 6 നിയമസഭകൾ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം BJPയുടെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ ഒരു വലിയ വിജയമായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJPയുടെ എല്ലാ പ്രവർത്തകരും. തൃശ്ശൂരിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് ഫുഡ്സ്.